വെൽക്കം ടു സ്റ്റഡി വെൽ. നമ്മളിന്ന് ഹെൻറിക് ഇബ്സൻ്റെ ലൈഫ് ടൈംസ് വർക്ക്സും അദ്ദേഹത്തിൻ്റെ യൂത്ത്, എഡ്യൂക്കേഷൻ, ചൈൽഡ്ഹുഡ്, ഏർലി ലൈഫൊക്കെയാണ് നമ്മളിന്ന് ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഇബ്സൻ എന്ന് പറയുന്നത് വേൾഡ് ഡ്രാമയിൽ തന്നെ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സൊക്കെ കൊണ്ട് ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻഷ്യൽ ഡ്രമാറ്റിസ്റ്റാണ്. ആൻഡ് ഹീസ് നോൺ ആസ് ദ ഫാദർ ഓഫ് റിയലിസം. അതായത് റിയൽ ലൈഫ് ഇൻസിഡൻസ് ആണ് അദ്ദേഹത്തിൻ്റെ വർക്ക്സിലൂടെയൊക്കെ പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഹി ചാലഞ്ചഡ് ആൻഡ് ക്വസ്റ്റ്യൻഡ് ദി സോഷ്യൽ ഹൈറാർക്കീസ് ആൻഡ് സ്റ്റീരിയോടൈപ്സ് ഓഫ് ഹിസ് ഏജ്. അതായത് ഭയങ്കര ബോൾഡായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ആ നാട്ടിൽ അല്ലെങ്കിൽ ആ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സോഷ്യൽ ഹൈറാർക്കീസിനെയും സ്റ്റീരിയോടൈപ്സിനെയൊക്കെ അദ്ദേഹം ബോൾഡായിട്ട് തന്നെ ചാലഞ്ച് ചെയ്യുകയും ക്വസ്റ്റ്യൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലവും അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഒരുപാട് സ്ട്രഗിൾസ് ആൻഡ് സഫറിങ്സ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഒന്ന് യൂത്തിലേക്കൊക്കെ കടന്നിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ കുറിച്ചിട്ട് നോക്കാം. അദ്ദേഹത്തിൻ്റെ ഫാദർ ന്യൂത്ത് ഇബ്സൻ വാസ് വെരി റിച്ച് ആൻസെസ്ട്രൽ പരമായിട്ട് തന്നെ ഒരുപാട് സ്വത്തുക്കളും ബിസിനസ്സൊക്കെ ഉള്ളൊരു വലിയൊരു സക്സസ്ഫുൾ ബിസിനസ് മാൻ ആയിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മദർ, ഇബ്സൻ്റെ മദറാണ് മാരിച്ചൻ ആറ്റ്ലൻബർഗ്. ഷി വാസ് ആൻ ആർട്ടിസ്റ്റിക് വുമൺ, ലവ്ഡ് മ്യൂസിക്, റീഡിങ് ഒക്കെ ഇഷ്ടമുള്ളൊരു റിലീജിയസ് വ്യൂസൊക്കെ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്ന ഒരു ലേഡിയായിരുന്നു. ഷി വാസ് ഇൻ ലവ് വിത്ത് എ പുവർ സ്കൂൾ ടീച്ചർ. അപ്പോൾ ഒരു സ്കൂൾ ടീച്ചറായിട്ട് പ്രണയത്തിലാവുകയാണ്. പക്ഷേ അവളുടെ ഫാമിലി അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് ഓഫ് ക്ലാസ്, എക്കണോമിക്കൊക്കെ നോക്കിയിട്ട് സാമ്പത്തികമായിട്ട് അത്ര ഉയർന്ന രീതിയിലുള്ളതല്ലാത്തത് കൊണ്ട് ഫാമിലിയൊക്കെ അതിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. പിന്നീട് ഇബ്സൻ്റെ ഫാദറിൻ്റെ ഒരു പ്രപ്പോസലൊക്കെ വരികയും അദ്ദേഹം വലിയൊരു ബിസിനസ് മാനാണ്. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു അലയൻസ് നല്ലതാണെന്ന് തോന്നി ഫാമിലി മാരിച്ചൻ ആറ്റ്ലൻബർഗിനെ കൊണ്ട് ഇബ്സൻ്റെ ഫാദറായിട്ടുള്ള ന്യൂത്ത് ഇബ്സനെ കല്യാണം കഴിപ്പിച്ചു. അങ്ങനെ അവർ കല്യാണം കഴിച്ച് അവർക്ക് 5 കുട്ടികളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും സ്മാർട്ട് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് എപ്പോഴും ഒരു പ്രോമിസിംഗ് ആയിട്ടുണ്ടായിരുന്നത് മറ്റു കുട്ടികളിൽ നിന്നൊക്കെ ഹെൻറിക് ഇബ്സൻ തന്നെയായിരുന്നു. അപ്പോൾ അവർ നല്ലൊരു ചൈൽഡ്ഹുഡാണ് ആ ഒരു ടൈമിലൊക്കെ ഇബ്സൻ ജനിച്ച സമയത്തൊക്കെ ഉണ്ടായിരുന്നത്. വെരി റിച്ച് ആൻഡ് സോഷ്യൽ ലൈഫും ഒക്കെ ആക്റ്റീവായിട്ട്, അല്ലെങ്കിൽ ഒരു ലക്ഷ്യൂറിയസ് ലൈഫ്, വീട്ടിലെപ്പോഴും ഗസ്റ്റും തിരക്കും, വലിയ വീടൊക്കെ ആയിരുന്നു. ഓൾവേസ് ഫിൽഡ് വിത്ത് ഗസ്റ്റ്, വിസിറ്റേഴ്സ്, റിലേറ്റീവ്സ്. അപ്പോൾ എപ്പോഴും ഒരു തിരക്കുള്ള ഒരു ബിസി ലൈഫായിരുന്നു ഹെൻറിക് ഇബ്സൻ കുട്ടിക്കാലത്തൊക്കെ നയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ പെട്ടെന്നൊരു മാറ്റം ഉണ്ടായി. അവരുടെ ബിസിനസ്സിൽ വലിയൊരു ലോസ് ഉണ്ടായി. ബിക്കോസ് അവരുടെ ഒരു ലക്ഷ്യൂറിയസ് ഇമ്പോർട്ടഡ് ഗുഡ്സൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോൺ എടുത്തു. ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോൺ എടുത്തതെങ്കിൽ പിന്നീട് അത് ബിസിനസ്സിൽ വലിയ ഫെയിലിയറൊക്കെ സംഭവിച്ചതുകൊണ്ട് തന്നെ അവർക്ക് അത് തിരിച്ചടക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാ സിറ്റുവേഷനും വേഴ്സായി വന്നു, മണിയൊക്കെ ഷോർട്ടായി. അപ്പോൾ അവർക്ക് ആ ഒരു നാട് വിട്ടിട്ട് വേറൊരു നാട്ടിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ അതുമാത്രമല്ല, അവരുടെ ഫാമിലി ലൈഫിലും, അതായത് ഇബ്സൻ്റെ ഫാദർ മദർ തമ്മിൽ ഒരു ക്ലാഷൊക്കെ ഉണ്ടായി. ആ സമയത്ത് ഇത്രയും വർഷം സന്തോഷത്തോടെ ജീവിച്ചിരുന്ന പാരൻസ് ഈ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ വന്നപ്പോൾ അവരുടെ ഒരു ഫാമിലി ലൈഫിനെ കൂടി അത് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. പാരൻസ് എപ്പോഴും സ്ട്രഗിൾസ് അല്ലെങ്കിൽ ഫൈറ്റിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഒരു അൺഹാപ്പിനെസ്സും ടെൻഷനൊക്കെ അവരുടെ ഫാമിലി ലൈഫിൽ വന്നു. ഇത് തീർച്ചയായിട്ടും കുട്ടികളെയും ബാധിക്കും. പക്ഷേ ഇബ്സൻ ഇതൊക്കെ ഒരു വളരെ പ്രോമിസിംഗ് ആയിരുന്നുള്ളൊരു ചൈൽഡാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇബ്സൻ ഇതൊക്കെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്, അതുപോലെ തന്നെ ഫാമിലി ഈസ് ഗോയിങ് ടു പോവർട്ടി എന്നുള്ളത് ഇബ്സൻ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഷിഫ്റ്റഡ് ടു എ റൂറൽ ഏരിയ, സ്മോൾ ടൗൺ, ജർപ്പൻ എന്ന് പറയുന്ന ചെറിയൊരു സ്ഥലത്തേക്ക് അവർ താമസം മാറ്റാനുണ്ടായിരുന്നു. അവിടെ അവർക്ക് വലിയ കഷ്ടപ്പാടായിരുന്നു. കാരണം അവരുടെ കയ്യിൽ ക്യാഷില്ല. അതുകൊണ്ട് തന്നെ എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഒരു റൂറൽ ഏരിയ ആയിരുന്നു അത്. ആൻഡ് ലൈഫ് വാസ് ലിവ്ഡ് ഓൺ എ ടൈറ്റ് ബഡ്ജറ്റ്. വളരെ തുച്ഛമായിട്ടുള്ള പൈസ കൊണ്ടാണ് ആ ഫാമിലി 5 മക്കളും ഫാദർ മദറൊക്കെ ജീവിച്ചിരുന്നത്. ഇവൻ മീൽസ് വെയർ സ്ട്രിക്ട്ലി റേഷൻഡ്. അതായിരിക്കൊരു ഫോൾ ഫ്രം ഗ്രേസ് പോലെയായിരുന്നു. വലിയ ഉയർച്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് പെട്ടെന്ന് വന്ന് അതിൻ്റെ ഒരു സ്ട്രഗിൾസൊക്കെ അവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കാരണം തന്നെ ഇബ്സൻ്റെ ഫാദർ ബിക്കേം എ ഡ്രങ്കഡ് ഹസ്ബൻഡ്. അതായത് എന്നും കുടിച്ചു വരുന്ന ഒരു ഹസ്ബൻഡായി. അപ്പോൾ സപ്രസ്ഡ് മാരീഡ് വുമണിൻ്റെ ഒരു സ്ട്രഗിൾസൊക്കെ ഇതിലൂടെ ഇബ്സന് ശരിക്കും മനസ്സിലായി. അല്ലെങ്കിൽ എങ്ങനെയാണ് മാരേജ് ലൈഫ് പോകുന്നത്, അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് മാരേജ് ലൈഫ്സൊക്കെ എങ്ങനെയാണ് സൊസൈറ്റിയിൽ ഉണ്ടാവുന്നത് എന്നൊക്കെ ഉള്ളത് ഈ ഒരു ചെറിയ പ്രായത്തിന് ഇബ്സന് നന്നായിട്ട് മനസ്സിലാവുകയും തുടർന്ന് ദീസ് ഓൾ ഇൻഫ്ലുവൻസ്ഡ് ഇൻ ഹിസ് ഡ്രാമാസ്. അദ്ദേഹം പിന്നീട് ഡ്രാമാസ് ചെയ്തപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് അതിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പോർട്രേ ചെയ്യാൻ പറ്റി അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എന്നുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ അനുഭവിച്ച എല്ലാ ഫാമിലി ഫോളും, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ, ഇബ്സൻ്റെ ഫാദറിൻ്റെ സ്വഭാവം, മദറിൻ്റെ സ്വഭാവം, അവർ തമ്മിലുള്ള ക്ലാഷസ്, അതൊക്കെ അദ്ദേഹത്തിന് എഴുതാൻ പറ്റിയത് ഈ ഒരു അനുഭവത്തിൽ നിന്നായിരുന്നു.
അങ്ങനെ ജർപ്പണിൽ അവർ താമസം തുടങ്ങിയും പിന്നീട് അവിടെ സ്കൂളിലൊക്കെ ജോയിൻ ചെയ്തു. ആ നാട് എന്ന് പറയുന്നത് ഒരു സ്മോൾ മൈനിങ് ടൗണാണ്, റൂറൽ പോപ്പുലേഷനാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സ്കൂളിലൊന്നും അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ഒന്നും പ്രൂവ് ചെയ്യിക്കാനുള്ള അല്ലെങ്കിൽ അത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള വലിയ സാധ്യതകളൊന്നും അവിടെ കണ്ടില്ല. കാരണം ഒരു സാധാരണ സ്കൂളും നാടും നാട്ടിൻപുറത്തായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയൊരു വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഹിസ് ഫാദേഴ്സ് എംപ്ലോയർ ഹാഡ് എ പ്രൈവറ്റ് ലൈബ്രറി. അപ്പോൾ അവിടെ പോയിരുന്ന അദ്ദേഹം ഒരുപാട് ബുക്സൊക്കെ വായിച്ച് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ് കൂട്ടാനും അല്ലെങ്കിൽ റീഡിങ് ഹാബിറ്റ്സൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ അദ്ദേഹത്തിന് അത് സാധിച്ചു. പിന്നീട് ഹയർ എഡ്യൂക്കേഷന് പോകണമെന്നും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ സീറ്റ് കിട്ടണമെന്നൊക്കെ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് കൊണ്ടോ ഒന്നും അതിന് പ്രത്യേകിച്ച് ഒരു ഉപകാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ബിക്കോസ് അതിന് ലാറ്റിൻ അറിയണമായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ സീറ്റ് കിട്ടണമെങ്കിൽ. പക്ഷേ അതിന് പ്രത്യേകമായിട്ട് പഠിക്കുകയും ഫീ ഒക്കെ റിക്വയർഡ് ആയിരുന്നു. പക്ഷെ അത് കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലുണ്ടായിരുന്നില്ല. ഫാമിലി കാണ്ട് സപ്പോർട്ട് ഹിം ഫോർ ഹിസ് ഹയർ സ്റ്റഡീസ്. അപ്പോൾ അദ്ദേഹം വളരെയധികം ഒരു സങ്കടത്തിലായിരുന്നു. നല്ലൊരു ചൈൽഡ്ഹുഡൊക്കെ ഉണ്ടായിരുന്നു സാമ്പത്തികമായിട്ട്. പക്ഷേ പെട്ടെന്ന് പല ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വന്ന് ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് ഹയർ എഡ്യൂക്കേഷൻ പഠിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വലിയ ബുദ്ധിമുട്ടും കൂടി അപ്പോൾ ഉണ്ടായി. ഇബ്സൻ്റെ ഫാദർ ആണെങ്കിൽ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു ബിസിനസ്സൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരാൻ. പക്ഷേ അത് പുഷ് ഹിം ഡീപ്പർ ഇൻ ടു ഡെപ്റ്റ് ആൻഡ് പോവർട്ടി. പക്ഷേ അത് കൂടുതൽ വഷളാക്കാണ് ഉണ്ടായത്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടും അദ്ദേഹത്തിന് ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് കിട്ടില്ല എന്ന് ഉറപ്പായി. അതുമാത്രമല്ല ആ സമയത്ത് അദ്ദേഹത്തിന് ഹെൻറിക് ഇബ്സന് ഒരു ചർച്ചിൽ ഒരു ഹോണർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ജോലി ചെയ്യണമെങ്കിൽ ചെറിയൊരു ഫീ എമൗണ്ട് കസ്റ്റമറി ചാർജ് ആയിട്ട് കൊടുക്കണം. പക്ഷേ അതുപോലെ കൊടുക്കാനുള്ള ഒരു അവസ്ഥ ഫാമിലിക്ക് ഉണ്ടായിരുന്നില്ല. ദിസ് മെയ്ഡ് അവരുടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു എന്താ പറയുക ഫാദറായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അദ്ദേഹത്തിന് വല്ലാത്തൊരു വിള്ളൽ വന്നു. കാരണം ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലായതുകൊണ്ട്. ഫാദറാണെങ്കിൽ ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ കണ്ടീഷനൊക്കെ വന്നതുകൊണ്ട് തന്നെ ആൽക്കഹോളിസത്തിലേക്ക് പോവുകയും പിന്നെ ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ഹിസ് വൈഫ് ചിൽഡ്രൻ വാസ് സ്ട്രെയിൻഡ് വളരെ മോശമായിട്ട് വരികയും ചെയ്തു. അപ്പോൾ ഹെൻറിക്ക് എന്ത് ചെയ്തു? ഹെൻറിക് ഇബ്സന് മറ്റൊരു സ്ഥലത്ത് ക്രിംസ്റ്റേഡ് എന്നൊരു സ്ഥലത്ത് ചെറിയൊരു ജോലി കണ്ടെത്തി. ക്രിംസ്റ്റേഡ് എന്ന് പറയുന്നത് അവർ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നൊരു 150 കിലോമീറ്ററൊക്കെ ദൂരെയാണ്. പക്ഷെ എന്നാലും അദ്ദേഹം അവിടെ ചെറിയൊരു ജോലിക്ക് കണ്ടുപിടിച്ചിട്ട് സ്വന്തമായിട്ടൊരു കരിയർ ബിൽഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അദ്ദേഹം ക്രിംസ്റ്റേഡിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഒരുപാട് കഷ്ടപ്പെട്ട് അദ്ദേഹം ലാറ്റിനൊക്കെ പഠിച്ചു. കാരണം അദ്ദേഹത്തിന് ഹയർ എഡ്യൂക്കേഷൻ കൂടി കരസ്ഥമാക്കാനുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പ്ലേ ആയിട്ടുള്ള കാറ്റലീൻ എഴുതിയിട്ടുള്ളത്. അത് 1850 അദ്ദേഹം എഴുതിയിട്ടുള്ളത്. പിന്നെ ക്രിംസ്റ്റാഡിൽ അദ്ദേഹം ഒരു 6 വർഷത്തോളം ജോലി ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്തു. ലാറ്റിനും കൂടി പഠിച്ചു. പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിന് വേറൊരു വലിയൊരു പ്രശ്നം ഉണ്ടായി. അവിടെ അപ്പോഴത്തേക്കൊരു മെയ്ഡായിട്ടുള്ള എൽ സോഫി ജെൻസൺ എന്നൊരു സ്ത്രീയായിട്ട് അദ്ദേഹം റിലേഷൻഷിപ്പിലാവുകയും അവിടുന്ന് അവർ ഗർഭിണിയാവുകയും പ്രസവിക്കുകയൊക്കെ ചെയ്തു. അത് ഈ ഒരു ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡായിരുന്നു. അതായത് ഒരു നമ്മൾ പറയാറില്ല പ്രായപൂർത്തിയാകുന്നതിന് മുമ്പൊക്കെ ഉള്ളൊരു പ്രസവവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അത് വലിയൊരു ഇഷ്യൂ ആയിരുന്നു ഗവൺമെൻറ്റിൽ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു 14 വർഷത്തോളം ആ ഒരു ആൺകുട്ടിക്ക് ചിലവിന് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ ഈ ഒരു ലവ് അഫെയറിൽ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായി. അപ്പോൾ മെയിൻ്റനൻസ് ആയിട്ട് ഈ ആൺകുട്ടിക്ക് 14 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ആ കുട്ടിയെ വളർത്താനുള്ള ചിലവും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം കൊടുക്കുകയും അത് മെയ്ഡ് ഹിം ഇൻ ടു പോവർട്ടി. കാരണം അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തു പോകാനുള്ള സ്വന്തം കാര്യങ്ങളും അതുപോലെ തന്നെ പഠനവും ജോലിയൊക്കെ ആയിട്ട് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനൊരു അവസ്ഥ വന്നപ്പോൾ അദ്ദേഹത്തിന് ഫിനാൻഷ്യൽ വറീസൊക്കെ കൂടി. ഒരു ഫസ്റ്റ് സെക്ഷൽ എൻകൗണ്ടറിൽ തന്നെ ഇങ്ങനൊരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സെക്ഷൽ ഡിസയറൊക്കെ വളരെയധികം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്ലേസിലും ഡ്രാമാസിലൊക്കെ സെക്സിനെ കുറിച്ചിട്ടൊക്കെ ഒരു നെഗറ്റീവായിട്ടാണ് അദ്ദേഹം എപ്പോഴും എഴുതിയിട്ടുള്ളത്. പോസിറ്റീവായിട്ട് വളരെ റെയറായിട്ട് മാത്രമേ എഴുതിയിട്ടുള്ളൂ. കാരണം ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് ഇത് സെക്ഷൽ എൻകൗണ്ടറായിട്ട് ഒരു ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ വന്നല്ലോ. അപ്പോൾ അദ്ദേഹം മുഴുവൻ പോവർട്ടിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്രിംസ്റ്റാഡ് ഓൾസോ മെയ്ഡ് ഹിം സഫർ. അവിടെയും വല്ലാത്തൊരു കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ആൻഡ് ഓൾസോ ഹി കാൺ ഗെറ്റ് റോഡ് ഓഫ് ദ പാസ്റ്റ് ഇവൻറ്റ്സും പഴയ കാലത്തുള്ള അദ്ദേഹത്തിൻ്റെ ഫാമിലി ലൈഫും അതുപോലെ തന്നെ ഇപ്പം പുതുതായിട്ടുണ്ടായ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിനെ വല്ലാത്തൊരു ക്രൂഷ്യൽ മൈൻഡിലേക്ക് തന്നെ എത്തിച്ചു. ദിസ് മെയ്ഡ് ഹിം സീ ദ സൊസൈറ്റി ഇൻ ദാറ്റ് വ്യൂ. ആ ഒരു രീതിയിലാണ് സൊസൈറ്റിയെ മുഴുവൻ അദ്ദേഹം കണ്ടിട്ടുള്ളത്. ഒരു നെഗറ്റീവ് മൈൻഡിലൂടെ അല്ലെങ്കിൽ ക്രൂഷ്യൽ മൈൻഡിലൂടെയാണ് അദ്ദേഹം ഫുള്ള് കണ്ടിട്ടുള്ളത്. കാരണം അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ അദ്ദേഹത്തിനുള്ളത്. പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ വർക്ക്സിലും നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ കാണാനും പറ്റും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹി ജോയിൻഡ് സ്കൂൾ ഇൻ ക്രിസ്റ്റിയാന. പുതിയൊരു സ്ഥലത്തേക്ക് അദ്ദേഹം എത്തിയും അവിടെ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സാം ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു കോച്ചിങ് പോലെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഫ്രം ദെയർ ഹി മെറ്റ് ഹിസ് ഫ്രണ്ട് ജോൺസൺ. അദ്ദേഹം പിന്നീടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ അവിടെ എക്സാം വാസ് വെരി ടഫ് ആൻഡ് ഹി കുഡ് നോട്ട് ഗെറ്റ് എ ഗുഡ് റാങ്ക്.
നല്ലൊരു റാങ്കൊന്നും ഇബ്സന് കിട്ടാൻ പറ്റിയിട്ടില്ല. പക്ഷേ സ്കോളർഷിപ്പ് കിട്ടിയില്ലെങ്കിൽ അവിടെ ഒരു ലോവർ റാങ്കുള്ള ഒരു സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനോട് അഡ്മിഷൻ കിട്ടിയ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന് ക്ലാസ്സുകളൊക്കെ കേൾക്കാം എന്നുള്ളൊരു ചാൻസും കൂടി അവിടെ കിട്ടുകയാണ്. ആ യൂണിവേഴ്സിറ്റിയിലുള്ള ജീവിതം അദ്ദേഹത്തിനെ വളരെയധികം മാറ്റിയിട്ടുണ്ടായിരുന്നു. പൊളിറ്റിക്സിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാവും. പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്തു. പൊളിറ്റിക്കൽ ഡെമോൺസ്ട്രേഷനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അവിടെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ഒരു റെവല്യൂഷണറി ആയിട്ട് അദ്ദേഹത്തിന് ചിന്തിക്കാനും, അല്ലെങ്കിൽ ക്രിസ്ത്യാനോ വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് മെനി റെവല്യൂഷൻസ് ഇൻ യൂറോപ്പ്. അദ്ദേഹത്തിന് അതൊരു സെൻറ്റർ ഓഫ് ഡിബേറ്റ് ആയിരുന്നു, ഡിസ്കഷൻ ആയിരുന്നു ഓൺ ദ ഐഡിയാസ് ഓഫ് ഡെമോക്രസി, ലേബർ റൈറ്റ്സ് ടു സ്പീക്ക്, അല്ലെങ്കിൽ റൈറ്റ് ഫോർ സ്പീച്ച് എന്നൊക്കെയുള്ള കാര്യത്തിനൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനൊക്കെ ആ ഒരു ക്രിസ്ത്യാനിയുള്ള യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു.